ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരഭാരം കുറയ്ക്കാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അമിതമായിട്ടുള്ള ശരീരത്തിന്റെ കൊഴുപ്പിനെയൊക്കെ ഒന്ന് എരിയിച്ച് കളഞ്ഞുകൊണ്ട് ശരീരത്തെ ഒന്ന് ഷേപ്പാക്കി മാറ്റണമെന്ന് പല ആൾക്കാരും ഇങ്ങനെ പ്രായഭേദമന്യേ ആഗ്രഹിക്കുന്നു. അപ്പം ഇവര് പലരും പല എക്സസൈസുകളും ചെയ്യാറുണ്ട്. പക്ഷേ പലർക്കും പറ്റുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞുതരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട വീഡിയോകളെല്ലാം കണ്ടിട്ട്, കാരണം ഒരുപാട് ചാനലുകളിൽ ഒരുപാട് വീഡിയോകളൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാം, 30 മിനിറ്റ് വർക്കൗട്ട്, 20 മിനിറ്റ് വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഈ വെയിറ്റ് ലോസ് വർക്കൗട്ടുകളെല്ലാം തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ട്രെയിനിങ് അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാതെ നിങ്ങൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും നിങ്ങളുടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ട്രെയിനിങ്ങിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പം പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 20 മിനിറ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കാം, നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ 10 കിലോ ശരീരഭാരം കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്തേ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു 2 ഡംബൽസ് വില കുറച്ച് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. നിങ്ങൾ ഒരുപാട് വില കൂടിയ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡംബൽസുകളൊന്നും തന്നെ മേടിക്കണ്ട. 2 ഡംബലോ അല്ലെങ്കിൽ ഒരു ബാർബൽ സെറ്റ്, ഒരു ചെറിയ ബാറും അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് 2 പ്ലേറ്റ്സും നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. നിങ്ങൾ അത് മേടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഏതൊക്കെയാണ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്ത കുറച്ച് വെയിറ്റ് ട്രെയിനിങ്ങുകളുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ നിരന്തരമായിട്ട് കിടന്ന് ചില ആൾക്കാർ വയറ് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ആപ്സിന്റെ വർക്കൗട്ടുകൾ ചെയ്യുന്നത് കാണാം. കുറേ ആൾക്കാർ വെറുതെ ഇങ്ങനെയാണ് ജമ്പിങ് ജാക്സ് ചെയ്യുന്നത് കാണാം. ചില ആൾക്കാർ ഹൈനി റൈസ് ചെയ്യുന്നത് കാണാം. ചില ആൾക്കാർ മൗണ്ടൻ ക്ലൈംബിങ് ചെയ്യുന്നത് കാണാം. ദിവസേന കിടന്ന് തല കുത്തി കസറത്താണ്. പക്ഷെ ഒരിക്കലും ഇവരാരും തന്നെ ഈ വെയിറ്റ് എടുത്തുകൊണ്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്നില്ല. അതേ കണക്ക് തന്നെ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ഞാൻ ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള വർക്കൗട്ട് വീഡിയോകളാണ് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത്, വെറുതെ വാമപ്പ് കണക്കുള്ള വ്യായാമങ്ങൾ. പക്ഷെ ഇവരാരും തന്നെ നിങ്ങൾ പുഷപ്സ് ചെയ്യാൻ പറയുന്നില്ല, നിങ്ങൾ പ്ലാങ്ക് ചെയ്യാൻ പറയുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ഇവരാരും തന്നെ പറഞ്ഞു കൊടുക്കാറുമില്ല. ഓക്കെ, ഇത് ചെയ്യാതെ നിങ്ങളുടെ വെയിറ്റ് ഒട്ട് കുറയുകയില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ വെയിറ്റ് മേടിക്കുക. വെയിറ്റ് മേടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഗോബ്ലറ്റ് സ്കോട്ട് എന്ന് പറഞ്ഞ് ഒരു എക്സസൈസ് ഉണ്ട്. നിങ്ങളുടെ കാലുകൾക്ക് വളരെ നല്ല ഒരു എക്സസൈസ് ആണ് ഗോബ്ലറ്റ് സ്കോട്ട്, സുമോ സ്കോട്ട് എന്നൊക്കെ പറയും. നിങ്ങൾ ആ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് ഒരു 15 റെപ്പിറ്റേഷൻ വെച്ചിട്ട് ഒരു 4 സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഷോൾഡർ പ്രസ്, ഓക്കെ, ഡംബൽ ഷോൾഡർ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ബാർബൽ ഷോൾഡർ പ്രസ് ചെയ്യാം. ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ഒരു 4 സെറ്റ് ചെയ്യുക. ഒരു 12 തൊട്ട് 15 റെപ്പിറ്റേഷൻ ഒരു 4 സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതേ കണക്കാണ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ട് ഉണ്ട്. വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡെഡ് ലിഫ്റ്റ് നിങ്ങൾക്ക് ഒരു 4 സെറ്റ് ചെയ്യാം. അതേ കണക്കാണ് നിങ്ങൾ പുഷപ്സ് നിങ്ങളെ വർക്കൗട്ടിനകത്ത് ഉൾപ്പെടുത്തുക. പ്ലാങ്ക് നിങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പം ഇങ്ങനെയുള്ള ലഞ്ചസ്, ഓക്കെ, ഡംബൽ കൊണ്ട് ചെയ്യാവുന്ന ലഞ്ചസ് ഉണ്ട്. ലഞ്ചസ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഒരേപോലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടവിട്ട്, അപ്പം ഇന്ന് നിങ്ങൾ തിങ്കളാഴ്ചയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച നിങ്ങൾ അപ്പർ ബോഡിക്കായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പർ ബോഡിക്ക് വർക്കൗട്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾ നിങ്ങളുടെ ഈ കാലുകൾ ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ, ഓക്കെ, നമ്മുടെ ഷോൾഡർ, അതേ കണക്കിന് ആംസിന്റെ ഈ കൈകളുടെ മസിൽസ്, ചെസ്റ്റിന്റെ മസിൽസ്, ഈ ഭാഗങ്ങൾക്കായിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യുക. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ പ്രസ്, അല്ലെന്നുണ്ടെങ്കിൽ ഡംബൽ ചെസ്റ്റ് പ്രസ്, ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഡെഡ് ലിഫ്റ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നല്ല ഒരു എക്സസൈസ് ആണ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പം രണ്ടാമത്തെ ദിവസം നിങ്ങൾ ലോവർ ബോഡിക്കായിട്ട് ചെയ്യുക. നിങ്ങളുടെ കാലുകൾക്കായിട്ട്, നിങ്ങളുടെ ആപ്സിനായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഈ സ്കോട്ടൊക്കെ ചെയ്യുമ്പം തന്നെ നിങ്ങളുടെ ഈ വയറിലേക്ക് ഫാറ്റ് നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വർക്കൗട്ടിന് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. നിങ്ങൾ ഓരോ മസിൽസിനെയും, നിങ്ങൾ ഫാറ്റ് കുറയ്ക്കാൻ ആഗ്രഹിച്ച് വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും
നിങ്ങൾ ഒരു മസിലിനെ കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, അത് നമ്മൾ ബോഡി ബിൽഡേഴ്സ് ഒക്കെയാണ് അങ്ങനെ പ്രധാനമായിട്ടും ഈ ഒരു മസിൽ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നത് മസിൽസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ലോസും അതേ കണക്ക് തന്നെ സ്ട്രെങ്തും ഒരേ കണക്ക് നടക്കേണ്ട ഒരാവശ്യമാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, ഫാറ്റ് നമുക്ക് ലോസ് ചെയ്യാൻ വേണം, അതിനോടൊപ്പം നമ്മുടെ ശരീരത്തിന്റെ സ്ട്രെങ്തും കൂടണം. അപ്പം അങ്ങനെയുള്ള വ്യായാമങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഒരുപാട് വീഡിയോകളൊക്കെ പോയി കണ്ടിട്ട് നിങ്ങൾ 30 മിനിറ്റ് അങ്ങനെ ചെയ്യുക, 20 മിനിറ്റ് ഇങ്ങനെ ചെയ്യുക എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വെറുതെ കിടന്ന് നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വേസ്റ്റ് ആക്കി കളയുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ആ ഒരു 20 മിനിറ്റ് നിങ്ങൾ സ്ട്രെങ്തിങ്, നമ്മുടെ ബോഡിക്ക് സ്ട്രെങ്ത് കിട്ടുന്ന വ്യായാമങ്ങൾ അതേപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ്ങും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എത്രയൊക്കെ നടന്നിട്ടും എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ ശരീരത്തിന്റെ കൊഴുപ്പ്, ഇപ്പൊ തടി കൂടിയിട്ടുള്ള ആൾക്കാർ പലരും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ കൊഴുപ്പ് കുറയാത്തത്? മെയിൻ ആയിട്ടുള്ള റീസൺ ഇത് മാത്രമാണ്. നിങ്ങൾ ആഴ്ചയിലൂടെ 4 ദിവസം നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ മറ്റുള്ള എക്സസൈസുകളൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ ആ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നിങ്ങളുടെ കലോറീസ് ബേൺ ആയി പോകുന്നത്. അല്ലാതെ നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാക്കില്ല. ആ വർക്കൗട്ട് ചെയ്യുന്ന ആ ഒരു സ്പോട്ടിൽ നിങ്ങൾക്ക് കുറച്ച് കലോറീസ് ബേൺ ആയി പോകാറുണ്ട്. പക്ഷെ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ട് വെറുതെ ഇരിക്കുന്ന സമയം പോലും നിങ്ങളുടെ കലോറീസ് ബേൺ ആയി പോകും. അതുമാണ് വെയിറ്റ് ട്രെയിനിങ്ങിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡും നല്ല വെയിറ്റ് ട്രെയിനിങ്ങും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം കുറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് പല പല വീഡിയോകൾ കണ്ട് ഇങ്ങനെ അനുകരിക്കുന്നതാണ്. അവസാനം അവർക്ക് മുട്ടുവേദനയും കാലുവേദനയും കൈവേദനയും നടുവേദനയൊക്കെ ആയിട്ട് മാറുന്നതാണ് പതിവ്. അപ്പം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ ഒരു വെയിറ്റ് ലോസ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് പ്ലാൻ ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ